ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചാട്ടെ കർത്താവേ. ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ ഗ്രഹിക്കുന്നവനാര്? ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങളിൽ കഴുകണമേ കർത്താവ് ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ. അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴുകി ശുദ്ധീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു 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 പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവേ, മഹത്വം 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 മഹത്വം. നന്ദിയപ്പാ നന്ദിയപ്പാ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കൃപകളെ ഓർത്തുകൊണ്ട്, ദയയെ ഓർത്തുകൊണ്ട്, വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പൊന്നുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. അപ്പനെ, ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. ഹല്ലേലൂയ. നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളിൽ ഓരോരുത്തരിലും പകരണമേ കർത്താവ്. കുഞ്ഞുകുട്ടികൾ, ആബാലവൃദ്ധ ജനം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ അന്യഭാഷകളിൽ പാടി ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗം സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവാത്മാവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജാവേ മഹത്വം, രാജാവേ മഹത്വം, രാജാവേ മഹത്വം, രാജാവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മഹത്വമായവനെ, മഹത്വമായവനെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. മഹത്വത്തിൻ്റെ രാജാവാർ, ഹല്ലേലൂയ, ബലവാനും വീരനുമായ യഹോവ എന്ന് ഞങ്ങളോട് അരുളിച്ചിട്ടുള്ള കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ് കർത്താവേ. കൃപ ഞങ്ങളുടെ മേൽ പകരണമേ, കൃപ ഞങ്ങളുടെ മേൽ പകരണമേ, കൃപ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവ്. ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന പിതാവേ, സ്തുതിക്കുന്ന പിതാവേ, സ്തുതിക്കുന്ന പിതാവേ. തിരുനാമത്തിന് സ്തോത്രം, തിരുനാമത്തിന് സ്തോത്രം, തിരുനാമത്തിന് സ്തോത്രം, തിരുനാമത്തിന് സ്തോത്രം. നാഥൻ്റെ കൃപകൾക്കായി ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. മഹാപരിശുദ്ധനായ ദൈവത്തിന്, ഹല്ലേലൂയ, നീതിയിൽ വസിക്കുന്ന ദൈവത്തെ, സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ രാജാതിരാജാവിനെ, നന്ദിയോടെ കർത്താതി കർത്താവിനെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അപ്പൻ്റെ പാദപുടത്തിലേക്ക് കടന്നു വരികയാണ് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, പരിവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, പരിവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ, കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. സ്വർഗം ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തുതിപ്പാൻ ആവശ്യമായ കൃപ ഞങ്ങളിൽ ഓരോരുത്തരിലും സ്വർഗം പകരണമേ. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന പിതാവേ, സ്തുതിക്കുന്ന പിതാവേ, സ്തുതിക്കുന്ന പിതാവേ, സ്തുതിക്കുന്ന പിതാവേ. റോബിൻ റോബിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അഴിയതിൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പൂ എൻ പാടുകിൽ ആഴിയതിൻ വഹിച്ചു എന്നെ
കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആമേൻ. നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമത്. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമത്. ആമേൻ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഈ വിശുദ്ധ പ്രഭാതത്തിൽ അപ്പന്റെ കരങ്ങളിൽ നല്ല കുശവനായ കളിമണ്ണ് കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള പാത്രങ്ങളെ മെനയുന്ന ആ നല്ല കുശവന്റെ കയ്യിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പ ഇന്ന പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. മാനുഷികമായ സകല ബലഹീനതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആഴിയതിൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ യെസ് നിലനിൽക്കുവാൻ കഴിയില്ല എന്ന്, മുൻപോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് ഞങ്ങൾ ഭാരപ്പെട്ട സ്ഥാനത്തോ എൻ്റെ കർത്താവിൻ്റെ കാര്യം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് സ്തോത്രം. അപ്പ തിരുക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ 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 രാജാതി രാജാവിനെ സ്തുതിക്കുന്നു. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിനായി സ്തോത്രം. അപ്പന്റെ പാദപീഠത്തിലേക്ക് നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അപ്പച്ചന്റെ വിശ്വസ്തത നാഥ ഞങ്ങൾക്ക് പരിചയം പലകയുമായിരുന്നു. വന്ന് ഭവിക്കാമായിരുന്ന ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, രോഗദുഃഖാദികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെല്ലാവരെയും വിടുവിച്ചു. ദുഷ്ടനാകുന്നവൻ പലപ്പോഴും വീഴുവാൻ തക്കോണം തള്ളിയെങ്കിലും എൻ്റെ യഹോവ ഞങ്ങളെ കാത്തു. കണ്ണിൻ കൃഷ്ണമണി പോലെ പരിപാലിച്ച അവിടുത്തെ വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അവൻ ഞങ്ങളുടെ ഹല്ലേലൂയ പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിലെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചു. ആ ദൈവത്തിന് നന്ദി കരേറ്റുവാനായി വിശുദ്ധ സഭായോഗമായി ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു. സ്വർഗീയ പിതാവ്, അപ്പന്റെ ബലമുള്ള കരങ്ങൾ ഞങ്ങളെ താഴ്ത്തുകയാണ്. ഇന്ന് പകൽ നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ഞങ്ങളിൽ ഓരോരുത്തരിലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയഭക്തിയോടെ ദൈവകൃപയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ
പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. നല്ല സങ്കീർത്തനങ്ങൾ, നല്ല പ്രബോധനങ്ങൾ, സാക്ഷി വചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രക്തക്കൊട്ടക്കുള്ളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണം കർത്താവ്. ആലയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാരുടെ കാവൽ ആലയത്തിന് ചുറ്റും ഉണ്ടാകണം. ദുഷ്ടനാകുന്നവൻ ഒരു ദോഷവും ചെയ്യുവാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗം കാക്കണമേ. ഇത് ദൈവത്താൽ സ്ഥാപിതമായതാകിയാൽ, ദൈവം നിയന്ത്രിക്കുന്നതാകിയാൽ പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവേ ഞങ്ങൾ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടണം. ഞങ്ങളുടെ കൊയർ ടീമിനായി സ്തോത്രം. ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ, പാടുന്ന കുഞ്ഞുങ്ങൾ ആത്മാവിൽ പാടി ഞങ്ങൾക്ക് ഒരുമിച്ച് നൃത്തം ചെയ്തോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകണം കർത്താവിന്റെ മേശ ഞങ്ങളുടെ മുൻപാകെ ഉണ്ടല്ലോ. ആരും ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ സ്വർഗം അനുവദിക്കല്ലേ. വിശുദ്ധിയോടെ കരങ്ങൾ നീട്ടുവാൻ സ്വർഗം എല്ലാവരെയും സഹായിക്കണം. തുടർന്ന് നടക്കുന്ന ജനറൽ ബോഡി മീറ്റിങ്ങിനെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പൻ സകലതും ഭംഗിയായി ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഈ ശുശ്രൂഷ ആരംഭിച്ച സമയം മുതൽ ആശീർവാദം പറഞ്ഞ ആലയം വിടുന്നത് വരെ അപ്പന്റെ സാന്നിധ്യത്തിന് കീഴിൽ ഞങ്ങൾ ഇരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.
പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. അനുഗ്രഹീതമായ നല്ല പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഒരവസരവും കൂടെ നമുക്ക് ദാനം ചെയ്തല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അപ്പച്ചന്റെ വിശ്വസ്തത നമ്മോട് കൂടെ ഇരുന്നു. എത്രയോ ആയിരങ്ങൾ, പതിനായിരങ്ങൾ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിച്ചു. ജീവനും ഭക്തിക്കും ആവശ്യമായത് ഇതുവരെ നമ്മുടെ കരങ്ങളിൽ തന്ന ആ നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യത്തിന് കീഴിൽ നാം എഴുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ കൃപ അനുഭവിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഭക്തന്മാർ എഴുതിയ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ കൃപ ചെയ്തല്ലോ. തുടർന്നും ഹല്ലേലൂയ നല്ല പാട്ടുകൾ ലഭിക്കണം. അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷി വചനങ്ങൾ, ദൈവവചന ചിന്തകൾ നൽകി ഇന്ന് പകലിലെ ആരാധന നമ്മുടെ ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ധാരാളമായി അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യൂത്തിന്റെ ഭാഗത്ത് പ്രിയ ലെവിൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സഹോദരന്മാരുടെ ഭാഗത്ത് പ്രിയ അന്നമ്മ പ്രാർത്ഥിക്കണം. സ്തോത്രം. സഹോദരന്മാരുടെ ഭാഗത്ത് ഹല്ലേലൂയ ജേക്കബ് അച്ചായൻ. 3 പേര് ശബ്ദം ഉയർത്തി വിശുദ്ധി ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസ്ഥനിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ലെവിൻ പ്രാർത്ഥിച്ചാട്ടെ. Hallelujah, hallelujah, hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord, for this grace, God. Thank you, Lord. Oh God, a loving Father, thank you for this time that you've given us once again to come in thy presence, Lord, as a family, as a church, God. Thank you so much for giving us this opportunity to come in thy presence, Lord, to worship your name alone, God. Thank you so much for the grace that you've showered upon each of our lives, God. Lord, as many people who were there with us in the starting of this year, God, thank you so much for keeping us safe wherever we went, God. Thank you so much for your grace alone, God. Thank you so much for all your grace and love that you've showered upon each of us, God. It's not by our might or not by our strength, but Lord, hallelujah, it's only by your strength that we are sitting here today and worshiping your name, Lord. Hallelujah. Thank you so much for this amazing grace that you've showered upon each of our lives, God. Hallelujah. All we can say is thank you, Lord. Thank you so much for your amazing grace that you've showered upon each of our lives, God. Thank you so much, Lord. Hallelujah. At this moment, Lord, hallelujah, I pray for today's service, Lord. Thank you, Lord, for helping us to come in thy presence, Lord, to worship as a church family, God, under one roof, God. And at this moment, God, as many people are not getting this opportunity, God, thank you for this grace that you've showered upon our lives, God, to come in thy presence, Lord, to come as a family, as a church, as a unit, to come in thy presence and worship your name alone, Lord. Hallelujah. Thank you so much, Lord. As your word says, God, when 2 or 3 are gathered in your presence, Lord, you are definitely in their midst, God. Lord, hallelujah. At this moment, we believe that you are definitely going to work in our lives, God, today, God, when we sit here, God. Hallelujah. Thank you so much for your grace and love that you've showered upon us, Lord. Hallelujah. At this moment, I pray for the songs that you're going to give us, God. Thank you so much for your songs, Lord. Hallelujah. At this moment, God, we worship your name alone, God. Thank you so much for this amazing grace, Lord. Hallelujah. Lord, at this moment, I pray for the Psalms reading, Lord. Hallelujah. I pray for the wonderful testimonies that you're going to give us, God. Hallelujah. I pray for the wonderful word that your servant has prepared for your church, God, Lord. Hallelujah. Whatever we hear today, God, let us imply in our lives, God, and help us to be holy in your presence, Lord. Hallelujah. Thank you so much for your grace, Lord. Hallelujah. At this moment, I pray for the Sunday school. I pray for the PYPA. I pray for the Sodri Samajan, God. Bless each of the sister concerns, Lord. Hallelujah. Bless their works, Lord, at this time, God. Hallelujah. Bless them, God, in the days to come, God. At this moment, I pray for the youngest kid to the elders, auntie and uncle sitting here, God. Lord, hallelujah. We know, God, Lord, hallelujah. Whatever we put in your presence, God, Lord, hallelujah, you're going to work at the right time, God. I pray for, Lord, hallelujah, whatever, Lord, the smallest thing, Lord, that the church has put in your presence, Lord, we believe that at the right time, Lord, hallelujah, you're going to work at the right time, God, Lord, hallelujah. Thank you so much for your grace, Lord. Submitting once again all of us into your mighty hands, God, keeping each of us into your mighty hands, God. In your son's name we ask. Amen. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ,
നല്ല മനോഹരമായി വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ അടിയങ്ങൾക്ക് ഈ ആരാധനയിൽ പങ്കുചേരുവാൻ സ്വർഗീയ ദൈവമേ കൃപ ചെയ്തതിനായ സ്തോത്രം. ദൈവം തന്നെ മക്കളെ കൂട്ടി വരുത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനായ സ്തോത്രം. കർത്താവേ, വരമായിരുന്ന ആപത്ത് അനർത്ഥ രോഗ ദുഃഖാദികൾ എല്ലാം ഞങ്ങളെ വിടുവിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ സ്വർഗീയ ദൈവമേ നീ കൃപ ചെയ്തതിനായ സ്തോത്രം. അടിയങ്ങളെ മുറ്റുമായി താഴ്ത്തി സമർപ്പിക്കുന്ന നാഥ, എല്ലാ കുറവുകളും യേശു കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തത്തിൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജഡത്തിലെ ആത്മാവിലെ എല്ലാ കന്മഷവും നീക്കണമേ കർത്താവേ. ഞങ്ങൾ വളരെ സന്നിധി ബോധത്തോടെ ഏകാഗ്രതയോടെ ഇവിടെ ഇരുത്തണമേ കർത്താവേ. ഇടപെടാതെ അപ്പൻ്റെ സന്നിധിയിൽ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് കർത്താവേ ഇരിക്കുവാൻ തക്കണം സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ആരാധന ദൈവത്തിന് സ്വീകാര്യമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേ പാടി സ്തുതിക്കുവാൻ ദൈവമേ കൃപ ചെയ്തോർത്ത സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ പാടി സ്തുതിച്ചതുപോലെ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. അവൻ എന്നെ നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ കർത്താവേ ഞങ്ങളുടെ വായിൽ പുതിയ പാട്ട് തന്നു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും ഞങ്ങളെ കയറ്റിയ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ. ഒരിക്കൽ ഞങ്ങൾക്കായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ അധിവസിക്കുന്നു. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ പകൽക്കാലം ഞങ്ങളിൽ വ്യാപരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ആത്മ നിറവോടെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് ഞങ്ങളുടെ മധ്യേ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആരാധനയെ മുറ്റുമായി കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ. കടന്നു വന്ന ജനത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വരുവാനുള്ളവർ എത്രയുമേയും കടന്നു വന്ന് ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയുടെ തുടർന്നുള്ള എല്ലാ ഭാഗങ്ങളെ കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ അഭിഷിക്ത ദാസരെ കുടുംബമായി ഏൽപ്പിക്കുന്നു. അപ്പൊ ആരാധന ലീഡ് ചെയ്യുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പുതിയ കൃപ പുതിയ ശക്തി അവിടുന്ന് പകരുമാറാണ് കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാൻ ഞങ്ങളുടെ മധ്യേ കർത്താവ് കടന്നു വന്നിട്ടുള്ളതിനായ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. വീണ്ടും പാട്ടുകൾ പാടി ഞങ്ങൾക്ക് ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ കൃപ തരണമേ. ആത്മാവിന്റെ നിറവെന്ന് പാടുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ടീമിനെ ദൈവം അനുഗ്രഹിച്ച് സഹായിച്ചണമേ. ആത്മനിറവോടെ ഞങ്ങൾ പാടുമ്പോൾ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ മധ്യേ കർത്താവേ നിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുമാകണമേ. ഞങ്ങളുടെ രോഗികൾ സൗഖ്യമാകണമേ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ. ബാധകൾ മാറിപ്പോണേ കർത്താവേ. ആരാധനയിൽ വലിയ വിടുതൽ സമാധാനം സന്തോഷം എല്ലാം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. ആകലങ്ങൾ ഒഴിഞ്ഞ് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗം സഹായിക്കണേ. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് സന്തോഷിച്ച് ആനന്ദിപ്പാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷം അവന്റെ വലതുഭാഗത്തെ പ്രമോദങ്ങൾ അനുഭവിപ്പാൻ സ്വർഗമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നല്ല സംഗീതം അതിൽ നിന്നുള്ള പ്രബോധനമൊക്കെ ഞങ്ങൾക്ക് നൽകുവാനാണ്. നല്ല വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനഭാഗം ദൈവമേ വാസ്തവമായി ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നതാകണമേ. ആ വചനമൊക്കെ ഏറ്റെടുത്ത് വചനം പോലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അപ്പൊ ഇന്ന് തിരുമേശ ഞങ്ങളുടെ മുന്നിലുണ്ട് കർത്താവേ. അതിൽ പ്രാഗൽഭ്യത്തോടെ കൈതീട്ടുവാൻ വിശുദ്ധിയോടെ അതിന് ഭാഗഭാക്കാകുവാൻ ഞങ്ങളെ എവിടുന്ന് സഹായിക്കണമെന്ന് കർത്താവിനോട് ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഏതെല്ലാം കുറവശങ്ങൾ ഞങ്ങളുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കഴി വിശുദ്ധീകരിച്ച് അത് കപ്പ ഭാഗഭാക്കാകുവാൻ അത് ഞങ്ങൾക്ക് അനുഗ്രഹവും വിടുതലോ സന്തോഷവും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നുവെന്ന് ഒന്നും കൂടെ ഓർക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന കഴിഞ്ഞിട്ട് കർത്താവേ ഹല്ലേലൂയ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടല്ലോ, അതും അനുഗ്രഹപൂർണ്ണമായി നടക്കുവാൻ സ്വർഗ്ഗത്തോട് സഹായിക്കണമേ. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കുവാൻ നല്ലൊരു സെലക്ഷൻ നടക്കണമേ കർത്താവേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വചനങ്ങൾ കേട്ടതുപോലെ കർത്താവേ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഞങ്ങളെ കർത്താവ് അവിടെ നിന്ന് ഉയർപ്പിച്ചു. അത് ദൈവത്തിന്റെ മഹാസ്നേഹമായിരുന്നു. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ മഹാസ്നേഹമായിരുന്നു.
ആയിരുന്നു. ഞങ്ങൾ കർത്താവെ ദൈവത്തിന്റെ കൈപ്പണിയായി ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ സൽപ്രവൃത്തികൾക്ക് വേണ്ടി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നല്ലോ. അതുകൊണ്ട് കർത്താവെ ദൈവവേഷം ചെയ്ത് ആത്മീയമായി മുന്നേറുവാൻ ഞങ്ങളുടെ സഭയെ കർത്താവെ തെരഞ്ഞെടുക്കുന്നവരെല്ലാം ദൈവം സഹായിച്ചുകൊള്ളവേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അല്പസമയം ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വളരെ ആത്മനിറവോടെ പ്രാർത്ഥനയോടെ സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. ദേശത്ത് വിദേശമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം പരിപാലിച്ചുകൊള്ളേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം പരിപാലിച്ചുകൊണ്ടേ. തിരുക്കൃപയ്ക്കുള്ളിൽ മറിച്ചുകൊള്ളണമേ. ജോലിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാത്തുകൊള്ളണമേ. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമാകിയാൽ അപ്പോൾ ഉണർവോടെ ഹല്ലേലൂയ ഏത് സമയത്ത് എൻ്റെ കർത്താവ് വരുന്നു എന്ന് അറിയാകൊണ്ട് ഏത് സമയത്ത് ഒരുക്കമുള്ള ഒരു ഹൃദയമായിരിക്കാൻ ഞങ്ങളോട് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ വിശുദ്ധരായി ഒരുക്കപ്പെട്ട മണവാട്ടികളായി ഞങ്ങളുടെ ആത്മമണവാളിനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. സ്നേഹനായ സ്വർഗസ്ഥ പിതാവേ, ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം കർത്താവെ അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിയ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. കർത്താവേ എൻ മന്മയെ ഹോയെ വാഴ്ത്തു, എൻ്റെ സർവാന്തരങ്ങളുടെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവിൻ്റെ വചനത്തിലുണ്ട് കർത്താവേ. അപ്പച്ചൻ ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓർത്തുകൊണ്ട് അപ്പച്ചനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും നീ ഭൂലോകോട്ട് കർത്താവെ ഉയർപ്പിൻ്റെ ദിനമായി ആഘോഷിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്ത ദൈവത്തെ ഞങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഇരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ ഞങ്ങളെ കർത്താവെ തന്നെ താൻ ശോധന ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കുറ്റങ്ങളെ കുറവ് ഞങ്ങളോട് ക്ഷമിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും. അപ്പച്ചൻ്റെ തങ്കച്ചോരിയ ഞങ്ങളെ കഴുകുമാറാണെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ ഇന്ന് കിടക്കുന്ന കർത്താവ് ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ ഞങ്ങളുടെ പാട്ട് കർത്താവ്, പ്രാർത്ഥന കർത്താവ്, ഞങ്ങളുടെ സങ്കീർത്തനം കർത്താവ്, ഞങ്ങളുടെ പ്രബോധനങ്ങൾ കർത്താവേ എല്ലാം കർത്താവെ നാമമഹത്വത്തിന് വേണ്ടിയായി തീരുവാൻ ദൈവം നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന ദാസനെ കർത്താവെ നീ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ ഒരാഴ്ചക്കാലം ഞങ്ങൾ ജീവിക്കേണ്ട ദൈവകൃപ കർത്താവെ ആ വചനത്തിൽ ലഭിപ്പാൻ ഞങ്ങൾ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ ആരെങ്കിലും രോഗികളാരോ ദുഃഖത്തിലോ പ്രയാസത്തിലോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ അവർ കർത്താവ് സൗഖ്യം പ്രാപിച്ച് കർത്താവ് നിരാശ മാറിപ്പോയി കടന്നു പോകാൻ നീ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ നീ സഹായിക്കുന്ന ദൈവം നീ ആയിരിക്കുക. സ്തോത്രം കർത്താവേ. ഇന്ന് നടക്കുന്ന എല്ലാ പ്രോഗ്രാമും കർത്താവ് ദൈവനാമത്വത്തിന് വേണ്ടിയായി തീരുവാൻ ദൈവം നീ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ തിരുവോത്തര ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. കർത്താവേ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങളുടെ കുറവുകളെ കണ്ടുകൊണ്ടെന്ന് കർത്താവേ ഞങ്ങളത് പങ്കുകൊള്ളുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ പാപത്തിന് വേണ്ടി ഞങ്ങളുടെ രോഗത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ദൈവത്തെ ഓർക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതായേ. എല്ലാവരും അത് പങ്കുകൊള്ളാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതായേ. അത് കഴിഞ്ഞ് നടക്കുന്ന കർത്താവ് ഞങ്ങളുടെ കർത്താവ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ തരുന്ന കർത്താവേ നീ തന്നെ നിയന്ത്രിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ. ഒരു കയ്പിൻ്റെയോ പ്രയാസത്തിൻ്റെയോ വാക്കുകളൊന്നും ഉണ്ടാകുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ. നീ സഹായിക്കുന്ന ദൈവം നീ ആയിരിക്കുക. സ്തോത്രം. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ കടന്നു വരുവാന് ദൈവനാമത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാവേ. നീ സഹായിക്കുന്ന ദൈവം നീ ആയിരിക്കുക. സ്തോത്രം കർത്താവേ. നീ ഞങ്ങളുടെ കൂടെ കർത്താവെ ആരാധിച്ച് പല സ്ഥലങ്ങളായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരെ ഓർത്തു ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവേ ജോലിയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവേ യാത്രയിലായിരിക്കുന്നവരെ ഓർത്ത് എല്ലാവരും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ നീ അനുഗ്രഹിക്കുന്ന ദൈവം നീ ആയിരിക്കുക. സ്തോത്രം. അല്പസമയം ഞങ്ങൾ നിന്റെ സന്നിധാനം നിന്റെ കൃപ ഞങ്ങൾ പൊതിഞ്ഞാട്ടെ. അപ്പം പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സാർ യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 106-ാം സങ്കീർത്തനം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. 24-25 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. സാംസ് 106 verse 1 to 25. 24-25 words we can read together. 106-ാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ വെച്ച് ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. അവർ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ
മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. വെള്ളം അവരുടെ വഴികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തു നിന്നതുമില്ല. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. ഭൂമി പിളർന്നു, നാഥാനെ വിഴുങ്ങി, അബീരാമിന്റെ കുടുംബത്തെ മൂടിക്കളഞ്ഞു. അവർ ഹോരേബിൽ വെച്ചൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കി വിഗ്രഹത്തെ നമസ്കരിച്ചു. മിസ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പ് നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ച് കളയുമായിരുന്നു. അവർ മനോഹര ദേശത്തെ നിരസിച്ചു, അവന്റെ വചനങ്ങളെ വിശ്വസിച്ചതുമില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു. നമ്മുടെ വിശുദ്ധാക്കാരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ പകലിൽ ഒരു പ്രാവശ്യവും കൂടെ നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ മുഴുമഹത്വത്തോടെ മുഴുബലത്തോടെ സർവശക്തിയോടും കൂടി ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടിവരുത്തി. എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തരും വിട്ടുകൊടുക്കുകയില്ല എന്നോട് ചെയ്ത കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ സർവമഹത്വവും സകല പുകഴ്ചയും നമ്മുടെ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വീണ്ടും ഭക്തന്മാർ എഴുതിയ പാട്ടുകൾ പാടി കർത്താവിനെ നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. Praise the Lord.
ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം വാനം ഭൂമിയേവം പാതാളമൊരു പോൽ വാഴ്ത്തി വണങ്ങും നാമം വാനം ഭൂമിയേവം പാതാളമൊരു പോൽ വാഴ്ത്തി വണങ്ങും നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുന്നിൽ വല്ലഭത്തമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുന്നിൽ വല്ലഭത്തമുള്ള നാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂമിൽ വേഗം വരുന്ന നാമം നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂമിൽ വേഗം വരുന്ന നാമം നാടുവാഴികളാൽ തന്റെ സിദ്ധരുമായി ദാവീദൻ സിംഹാസനത്തിൽ വാഴും നാമം നാടുവാഴികളാൽ തന്റെ സിദ്ധരുമായി ദാവീദൻ സിംഹാസനത്തിൽ വാഴും നാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുന്നിൽ വല്ലഭത്തമുള്ള നാമം ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുന്നിൽ വല്ലഭത്തമുള്ള നാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂമിൽ വേഗം വരുന്ന നാമം
നാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം Thank you, Lord. As we are in His presence for some more time, as the world celebrates the resurrection of Jesus, amen. Can we all just close our eyes and look up to the heaven? क्या एक पल हम अपने आंखों को बंद करके उस क्रूस की ओर देख सकते हैं? The Bible says that they could literally see His bones, amen. We can never imagine the pain that Jesus has went through for all of us, amen. क्या हम विश्वास करते कि परमेश्वर ने अपनी जान हम एक एक जन के लिए दी है, हमारे पापों के लिए दी है? क्या आज सुबह के समय हम उस परमेश्वर से कह सकते कि परमेश्वर, आज मैं एक निर्णय लेता हूँ कि प्रभु, मैं जीऊँगा तो तेरे लिए प्रभु, मैं मरूँगा तो तेरे लिए प्रभु, पर मैं तेरे लिए कुछ करना चाहता हूँ मेरे खुदा, आमीन। क्या अपने आप को हम उस परमेश्वर के हाथ में समर्पित कर सकते हैं? कि हम उस परमेश्वर से आज कह सकते हैं कि परमेश्वर, मैं तेरा बेटा हूँ प्रभु, मैं तेरी बेटी हूँ परमेश्वर, अपने मार्ग में मुझे चला प्रभु। प्रभु मेरे द्वारा प्रभु और भी लोग तेरे को जानने पाए मेरे खुदा, आमीन। കണ്ടാലോ ആളറിയുകില്ല, ഉഴവുച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ വീഴഞ്ഞൊഴുകിയിടുന്നു, കണ്ടാലോ ആളറിയുകില്ല, ഉഴവുച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ വീഴഞ്ഞൊഴുകിയിടുന്നു,
നീടുന്നു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ക്രൂശ് കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശ് കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാൻ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാൻ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിന്നെ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിന്നെ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. Let's pray, Heavenly Father, Lord, we thank you, Lord Jesus, Lord, for giving us one more day in our life, Lord, above Father. As we know, Lord, many Father, many people don't have the privilege to see this day, Lord, and you also kept us safe and sound under your mighty wings, Lord, above Father. As we know, Lord, above Father, so many people are admitted in the hospital, Lord, above Father, fighting for their last chance, Lord, above Father, fighting for their last breath, Lord, above Father. Then you also kept us safe and sound under your mighty wings, Lord, above Father. How much praise and thank we give, Lord, above Father. You died for us, Lord, above Father. You died for all our sins, Lord, above Father. You didn't die for small sins, Lord, above Father. You died for all our sins, Lord, above Father. We are forever grateful for above Father. As I met this beautiful Sunday worship under your mighty hands, Lord above Father, from the youngest to the very eldest, Lord above Father, as I met each and every one of them under your mighty hands, Lord above Father, fill each and every one of them with your Holy Spirit, Lord above Father. Talk to us, Lord above Father, that we can grow more spiritually in you, Lord above Father, day by day, Lord above Father. Lord, as I met the Psalms reading under your mighty hands, Lord above Father, speak to us, Lord above Father. As I met all the testimonies under your mighty hands, Lord above Father, that we can hear them, Lord above Father, that it can be a blessing for us, Lord above Father. As I met the Lord's table under your mighty hands, Lord above Father, when we take part in it, Lord above Father, that we can remember that ultimate sacrifice that you have done for us, Lord above Father. As I met the word of God into your mighty hands, Lord above Father, speak to us, Lord above Father. As I met all things in your mighty hands, Lord, in your most and precious name we pray. Amen. Praise the Lord. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുമിച്ച് കർത്തൃപാദപീഠത്തിങ്കൽ 2026 4 മാസത്തിൻ്റെ പുത്തൻ കർത്തൃദിനത്തിൽ ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസ്ഥലിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ക്രിസ്തയേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് പകൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കഴിഞ്ഞ 2 ദിവസം ദൈവസന്നിധിയിൽ വേറിട്ട് ഇരിപ്പാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. നമുക്കറിയാം, ലോകം മുഴുവനും ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ആഘോഷമാക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ മിനിറ്റും കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, ആമേൻ. നമുക്ക് വർഷത്തിൽ ഒരിക്കലല്ല കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉയർക്കുന്നത്. കർത്താവ് എന്ന് നമ്മുടെ ഉള്ളിലുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വായിച്ചത് 106 സങ്കീർത്തനം, അതിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നാം അവിടെ വായിപ്പാൻ തക്കൊണ്ടമിടയായത്. 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവജനത്തോട്
സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ. അപ്പോൾ ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. അവൻ ആരാണ്? നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. നമുക്കൊക്കെ വിഷമം നേരിട്ടാൽ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് ദൈവത്തെ ആരാധിക്കാതിരിക്കുക. അത് കണ്ടാൽ ഓർക്കും കർത്താവാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചത്. സ്തോത്രം. അല്ല, നാം ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ. ജോലിസ്ഥലത്താണെങ്കിലും ഭവനത്തിനകത്താണെങ്കിലും യാത്രാ നടുവിലാണെങ്കിലും അതേ സ്തോത്രം. നാമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് നാം പരിഹാരം കാണുന്നത് ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നതിലൂടെ അല്ല. ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കുകയാണ്, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യാക്കോബിന്റെ സന്തതികളെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. ഇസ്രായേലിനോട് പറയുകയാണ്, ദൈവത്തിന്റെ ദയ അത് നിരന്തരമാണ്, അത് മാറിപ്പോകുന്നതല്ല. പക്ഷെ നമുക്ക് മാറുവാൻ കഴിയും. നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിത രീതിയെ, നമ്മുടെ ശൈലികളെ നാം മാറ്റിയെടുക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അറിവുള്ളതുപോലെ ജലബോഡി ഉള്ളത് കൊണ്ട് നമുക്ക് 3-4 റിപ്പോർട്ടോളം നമുക്കിന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. 3 അക്കൗണ്ട്സ് പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അതിലേക്കെല്ലാം തിരഞ്ഞെടുപ്പ് നടക്കണം. സമയം നമ്മുടെ മുൻപിൽ അതേ സ്തോത്രം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വലിയ ഒരു വിശദീകരണം ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഹല്ലേലൂയ നടത്തുവാൻ തക്കൊണ്ട് താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ദൈവാത്മാവിനോട് ഇടപെട്ട 1-2 വേദവാക്യങ്ങൾ ഇതിനകത്തുണ്ട്. സ്തോത്രം. അതിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. സ്തോത്രം. ഇവിടെ കാണുകയാണ്, യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ കാണേണ്ടതിന്. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട്. സ്തോത്രം. എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം എന്നിലുള്ള കഴിവ് എന്തായിരുന്നു എന്ന് നാം ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മോട് ചോദിക്കണം. നാം ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മോട് തന്നെ ചോദിക്കണം, എന്ത് കഴിവുണ്ടായിട്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്? എന്നെ കൊച്ചിയിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവം കാരണമായത് കൊച്ചിയിൽ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി ഞാനായിരുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ എന്നെ പോലെ വിഡ്ഢിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. ഒരു സൗന്ദര്യമില്ല. ആരാ പറഞ്ഞു നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന്? സ്വയം അങ്ങ് പറഞ്ഞാൽ മതിയോ? അല്ല, ഇനി മസിലുണ്ടായിട്ടാണോ? ഞാൻ മിസ്റ്റർ കൊച്ചിയൊന്നുമല്ല, മസിലുമില്ല. ധനവാനാണോ? അതുമില്ല. നിത്യവൃത്തിക്ക് ജീവിച്ചു പോകാൻ ബന്ധപ്പെടുന്ന ഒരു വ്യക്തിത്വമാ. വിദ്യാഭ്യാസമുണ്ടോ? നല്ല അക്ഷരങ്ങൾ പോലും കൂട്ടി വായിക്കാൻ അറിയില്ല. പിന്നെ എന്ത് കഴിവാ? എന്താ നിന്നെ തിരഞ്ഞെടുത്തത്? അതാ ദൈവത്തിന്റെ ദയ എന്ന് പറഞ്ഞത്. ആർക്കും വേണ്ടാതെ കിടന്നെടുത്തു നിന്ന് ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിച്ചുവെങ്കിൽ അത് ദൈവത്തിന്റെ ദയയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് നന്ദി കരേറ്റുക. ഹല്ലേലൂയ. ഒരു യോഗ്യതയും നമുക്ക് പറവാനില്ല. പാട്ടുകാരൻ അങ്ങനെയല്ലേ പറയുന്നത്? ഒരു യോഗ്യതയും പറയാനില്ല കൃപ. ദൈവത്തിന്റെ കൃപ മാത്രമാണ്. അതാ ദൈവം നമുക്ക് നൽകിയ നന്മ എന്ന് പറയുന്നത്. സ്തോത്രം. അത് ദൈവത്തിന്റെ നീതിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ദൈവത്തിന്റെ നന്മയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നില്ലേ? യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തു. ദൈവമക്കളെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്തു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു. സ്തോത്രം.
നമുക്കറിയാം, നാം ഒരു സാധനം കടയിൽ പോയി വാങ്ങുമ്പോൾ ആ സാധനത്തെക്കുറിച്ച് നാം ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. നല്ലൊരു കടയിലാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണെന്ന് നോക്കും, ഇതിനകത്ത് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നെന്ന് നോക്കും. പലതും തുണിയാണെങ്കിൽ അത് ഏത് മോഡലാണെന്ന് നമ്മൾ നോക്കാറുണ്ട്. തുണി തന്നെ ഏത്, അല്ലേ? നമുക്കറിയാം ഒരുപാട് വെറൈറ്റി തുണീസ് ക്ലോത്ത്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ ശരീരത്തിന് ഇണങ്ങുന്നതാണോ, ഇങ്ങനെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചില നാളുകൾ ജീവിക്കുവാൻ വേണ്ടി അതിൽ ഹല്ലേലൂയ 1-2 പ്രാവശ്യം ഇട്ടിട്ട് മാറ്റി വെക്കുന്ന അനേകരെ നമുക്കറിയാം. എന്നിട്ട് പോലും സമയങ്ങൾ വേർതിരിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പൻ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവൻ ഇങ്ങനെ ഒരു ഹല്ലേലൂയ കാര്യമല്ല ചെയ്തത്, അവൻ പലതും നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആമേൻ. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 1 John chapter 3 verse 1. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മയും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുകയാണ്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പിതാവിന്റെ സ്നേഹത്തെ എത്ര പേരുന്ന പകൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. ദൈവ സ്നേഹത്തെ നാം ഒന്ന് തിരിച്ചറിയണം. സാധാ സ്നേഹമല്ല കർത്താവ് നമുക്ക് നൽകിയതോട് വായിക്കുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. IPC ഗ്രീൻ പാർക്ക് ചർച്ച് ഹല്ലേലൂയ, ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടേണ്ടതിന് പിതാവാം ദൈവം എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയത്. ചിരിച്ചു കാണിച്ചതല്ലായിരുന്നു കർത്താവിന്റെ സ്നേഹം, അല്ലേ? കർത്താവ് ചിരിച്ചു കാണിച്ച് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയല്ലായിരുന്നു. എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന എന്തെങ്കിലും സാധനങ്ങൾ തന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നില്ല. പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓഫർ നമുക്ക് ലഭിക്കുകയായിരുന്നില്ല. ഹല്ലേലൂയ. മറിച്ച് പിതാവായ ദൈവത്തിന്റെ സ്നേഹം നാം തിരിച്ചറിയുവാൻ He gave His only begotten Son. അങ്ങനെ വചനം വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. സ്തോത്രം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മനസ്സിലായോ? ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം, ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാനും നിങ്ങൾ നശിച്ചു പോകരുത്. അതിനർത്ഥം എന്താ? നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ അവരോട് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, അവരുടെ നടുവിൽ ജീവിക്കുമ്പോൾ, അവരോട് ഒരുമിച്ച് ഇടകലരുമ്പോൾ ഞാൻ നിങ്ങൾ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം തന്റെ വലിയ സ്നേഹത്തെ നമ്മിൽ പ്രകടമാക്കിയത്. ആമേൻ, ആമേൻ. എന്ത് വലിയ സ്നേഹമാ കർത്താവ് നൽകിയത്. ഇനിയും ആ വലിയ സ്നേഹത്തെ നമുക്ക് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. വിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 Corinthians chapter 11 verse 24. അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. മതി മതി മതി. ഒന്ന്, വെറുതെ ഒരു പുത്രനെ തന്നു വന്നൊരു വാക്യത്തിൽ എഴുതി വെക്കുകയായിരുന്നില്ല. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി എന്ത് ചെയ്തു? നുറുക്കി.
അപ്പത്തെ നുറുക്കുമ്പോൾ അവന്റെ ശരീരത്തെ അവൻ എന്ത് ചെയ്യുകയായിരുന്നു? നുറുക്കുകയായിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾ മത്സ്യം കഴിക്കുന്നവര്, പല മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുള്ളുള്ള മീനൊന്നും കുഞ്ഞു പ്രായമല്ലേ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും കൊടുക്കാറില്ല. എന്താ കാര്യം? മുള്ളുകൊള്ളും എന്നുള്ള കാരണത്താൽ. അത് ചെറിയ സംഭവമാ. ഈവൻ കയ്യിൽ ഒന്ന് കൊണ്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൈ വലിച്ചു കളയാറുണ്ട്. മുള്ളു തന്നെ ആകട്ടല്ല, മറ്റെന്തെങ്കിലും ആകട്ടെ, ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുട്ടിയാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാറുണ്ട്. സ്തോത്രം. എന്നാൽ യേശു അവൻ തന്നെ പറയുകയാണ്, അവൻ തന്നെ അല്ലേ സ്വയം ചെയ്ത കാര്യമാണ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ പീലാത്തോസിന്റെ കുലക്കളത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ മേശയോളം പൊക്കം വരുന്ന ഒരു കൽത്തളമാണ് അവിടെ. അതിന് നടുക്കൊരിരുമ്പ് തൂണ് പോലൊന്നുണ്ട്. കൈകൾ നന്നായി വരിഞ്ഞു മുറുക്കി അതുമായിട്ട് ചേർത്ത് ബന്ധിക്കും. ശേഷമായിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന മുതുക് ഭാഗമാണ് അതിനോട് ചേർന്ന് നിർത്തി യേശുവിന് വിട്ടയക്കുവാൻ തക്കവണ്ണം പകുതി മനസ്സോടെ നിൽക്കുന്ന പീലാത്തോസ് അവനെ വിടുവാൻ, അടിച്ചു വിടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ ഒന്ന് കുറയെ 39 അടി ചൂരല് കൊണ്ടല്ല, ലെതർ വള്ളികളാൽ ചാട്ടവാറുണ്ടാക്കി അതിന്മേൽ എല്ലും കഷ്ണങ്ങൾ, ലോഹ കഷ്ണങ്ങൾ, ആണി, ചൂണ്ടക്കൊളുത്ത്, ഇതാണ് ഇതിന്റെ അറ്റത്ത് കെട്ടിയിരിക്കുന്നത് ഈയക്കട്ടികൾ. ഇവ ചേർത്ത് ദൃഢഗാത്രന്മാരായ ആരോഗ്യവാന്മാരായ ഒരിക്കലും ക്ഷീണിക്കുവാൻ പാടില്ലാത്ത 3-4 പേർ ചേർന്ന് ഓരോരുത്തർ മാറി യേശുവിനെ അടിച്ചിട്ട് അവിടെ നിന്ന് കൊളുത്തി വലിക്കുമ്പോൾ, ദൈവമക്കളെ, ചെറിയ മുള്ളുകൊണ്ട വേദനയല്ല യേശു അനുഭവിച്ചത്. ഹല്ലേലൂയ. അവന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ചിതറുകയായിരുന്നു. ആ ഏരിയ മുഴുവനും രക്തത്തോടു കൂടിയ മാംസം നിറഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനു മുൻപ് യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? ഒരു പാപവും ചെയ്യാതിരുന്നവൻ ഇവിടെ തകരുകയാണ്, നുറുങ്ങുകയാണ്. ഹല്ലേലൂയ. യേശു ആത്മാവിൽ അത് ചെയ്തെടുക്കുകയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 53 വേഴ്സ് 5. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. യേശുവിന്റെ മേൽ പതിക്കുന്ന ഓരോ അടിയും എന്റെയും നിങ്ങളുടെയും രോഗസൗഖ്യമായിരുന്നു, എന്റെയും നിങ്ങളുടെയും രക്ഷയായിരുന്നു എന്ന പകൽക്കാലം മറന്നു പോകരുത്. ഉഴവുചാല് പോലെ അവന്റെ ശരീരം കീറുകയാണ്. വായിക്കുന്നു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെടുകയായിരുന്നു. ദൈവമക്കളെ, ഒരടി പോലും താങ്ങുവാൻ കഴിയത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം.
പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ സിനിമയിൽ അഭിനയിച്ച ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ജിം കാവിസിൽ എന്ന് പറയുന്ന ആക്ടർ ഈ ഒരു സീൻ അഭിനയിക്കുമ്പോൾ 39 അടി അടിക്കണം, അടിച്ചില്ല. അടിക്കുന്നത് ആക്ട് ചെയ്തപ്പോൾ അബദ്ധവശാൽ, കാരണം അത് കാണിക്കണം, ഇതിനകത്ത് എന്തൊക്കെ കിടക്കുന്നുണ്ട്, നെല്ലും കഷ്ണങ്ങൾ, ചുണ്ടക്കൊളുത്ത്, ഈയക്കട്ടികൾ, ആണി, കൂർത്ത ലോഹ കഷ്ണങ്ങൾ, ഇതെല്ലാം കാണിച്ച് ഒന്ന് അടിക്കുമ്പോൾ അബദ്ധവശാൽ അവൻ്റെ കൈ ഒന്ന് തെറ്റിപ്പോയി. 7 ദിവസമാണ് ആ മനുഷ്യൻ ഐസിയുയിൽ കിടന്നത്. 7 ദിവസം ആക്ട് ചെയ്തപ്പോൾ ഒരബദ്ധം സംഭവിച്ച കാരണത്താൽ അവൻ 7 ദിവസം ഐസിയുയിൽ കിടന്നു. ഇവിടെ ആക്ച്വലി റിയാലിറ്റിയിൽ 39 അടി എൻ്റെ യേശു സഹിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അകത്തൂടെ കയറി വന്ന ഈ വയറുഭാഗത്തും മുതുക് ഭാഗം മുഴുവനും, അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, അവരുടെ മുതുക് ഉഴവുചാൽ പോലെയാക്കി. മക്കളെ, യേശുവിന് വേണ്ടി അല്ലായിരുന്നു നമ്മെ സ്നേഹിച്ചത്, നമ്മെ സ്നേഹിക്കുവാനാ, നമ്മെ വീണ്ടെടുക്കുവാനാ, നമ്മെ രക്ഷിക്കുവാനാ എൻ്റെ യേശു അത് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ വചനം വായിക്കുകയാണ്, ഇതിത്രയും കഴിഞ്ഞിട്ടും യേശുവിന്റെ ശിഷ്യന്മാരാരും അവന്റെ അടുക്കൽ വന്നില്ല. പിശാച് വിചാരിച്ചു, ഇതുകൊണ്ട് യേശുവിന്റെ പരിപാടി ഇവിടെ കൊണ്ട് തീരുകയാ. അവൻ ജനിച്ച ദിനം മുതൽ തുടങ്ങിയതാ അവനെ ഇല്ലായ്മ ചെയ്യുവാൻ. ഹല്ലേലൂയ. പലപ്പോഴും അപകടപ്പെടുത്തുവാൻ ശ്രമിച്ചു, പലപ്പോഴും ആൾക്കൂട്ടത്തിന് നടുവിൽ അവനെ കൊന്നുകളയുവാൻ ശ്രമിച്ചു. എന്നാൽ ഇത് ഏറ്റവും ഒടുവിൽ കാൽവരിയിൽ, ഹല്ലേലൂയ, ഗോൽഗോത്ത മലയിൽ അവനെ ക്രൂശിച്ചു. പിശാചിന് സന്തോഷമായി. ഇനി ഒരിക്കലും യേശു എന്ത് ചെയ്തില്ല, മടങ്ങി വരില്ല. പക്ഷെ അവിടുന്ന് യേശു ആരംഭിക്കുകയായിരുന്നു. സ്തോത്രം. കാൽവരിയിൽ അവന്റെ മരണസ്ഥലമല്ല, കാൽവരിയിൽ ആരംഭിച്ചതാണ് ഈ ഒരു പ്രസ്ഥാനമെന്ന്, ഈ ഒരു ആരാധനയെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. യേശുവിന്റെ ശരീരം, ഉടല്, അങ്ങനെയാ വചനം വായിക്കുന്നത്, അരിമത്തിയിലെ ജോസഫ് കൊണ്ടുപോയി. നല്ല മനുഷ്യനായിരുന്നു, അവനൊരു മന്ത്രിയായിരുന്നുവെന്ന് മലയാളം ബൈബിളിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഹി വാസ് എ കൗൺസിലർ. പീലാത്തോസിന്റെ മുൻപിൽ ധൈര്യമായി അവൻ ചെന്നു. സ്തോത്രം. വായിക്കാൻ നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 43-46 വാക്യങ്ങൾ. ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 15 വേഴ്സ് 43 and 46. വൈകുന്നേരമായപ്പോൾ ശബ്ബത്തിന് തലേനാളായ ഒരുക്കനാളാകെ കൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തിയിലെ യോസെഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. ധൈര്യത്തോടെ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. 3.5 വർഷം കൂടെ നടന്ന ഒരു ശിഷ്യനും അവിടെ ഉണ്ടായിരുന്നില്ല. അവര് ഹല്ലേലൂയ പേടിച്ചു പോയി. അരിമത്തിയിലെ ജോസഫ് ശ്രേഷ്ഠ മന്ത്രിയായിരുന്നു എന്ന് മലയാളം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇൻ ഇംഗ്ലീഷ് എടുത്തെങ്കിൽ വായിച്ചാട്ടെ. ഇംഗ്ലീഷ് മതി. ഹി വാസ് എ കൗൺസിലർ. അവനൊരു കൗൺസിലർ ആയിരുന്നു. അവൻ വന്നിട്ട് അധികാരത്തോടെ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതൊരു വിഷയമായിരുന്നില്ല. ഹല്ലേലൂയ. അവന് മാതാവുണ്ട്, പിതാവുണ്ട്, അവന് 4 സഹോദരന്മാരുള്ളതായി ദൈവവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇവരാരും ആ ഭാഗത്ത് വന്നില്ല. ഹല്ലേലൂയ. വചനം വായിക്കുന്നത് അരിമത്തിയിലെ ജോസഫിന് ആ ശരീരം വിട്ടുകൊടുക്കുകയായിരുന്നു. അവകാശം പറയാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവന്റെ ശരീരവും കൊണ്ട് അരിമത്തിയിലെ ജോസഫ് പോയി. സ്തോത്രം. മടങ്ങി വരാം. ശരീരം അവൻ നമുക്ക് വേണ്ടി തന്നു. 1 Corinthians chapter 11 verse 25, രണ്ടാമത്തെ ഭാഗം. 11:25. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു.
ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത് എന്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇതര ക്രൈസ്തവ വിഭാഗങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം ആചരിച്ചു വരുന്നൊരു കർമ്മമാണ് കർത്തൃമേശ എന്നുള്ളത്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് കർത്താവ് ആചരിപ്പാൻ തന്നിട്ടുള്ള ശുശ്രൂഷകളിൽ ഒന്നാണ് കർത്തൃമേശ എന്നുള്ളത്. നമുക്ക് നന്നായിട്ട് അറിയാം. പൂർവികന്മാർ എല്ലാ ആഴ്ചകളിലും ഇതിനു വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു? കൂടി വരുമായിരുന്നു. പല പെന്തക്കോസ്ത് സഭകളിലും എല്ലാ ആഴ്ചകളിലും കർത്തൃമേശ നടത്താറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നത് അവണ്ണം തന്നെ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്ത് ഇത് എൻ്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അവൻ്റെ രക്തം നമുക്ക് വേണ്ടി തരികയായിരുന്നു. എന്തിനായിരുന്നു ആ രക്തം അവൻ ഊറ്റിയത്? നമുക്കറിയാം, അവസാനത്തുള്ള രക്തം വരെ അവൻ നമുക്ക് വേണ്ടി തന്നു. വായിക്കാൻ നമുക്ക് റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 5:9 റോമൻ 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ? മതി. എന്തിനായിരുന്നു? അവന്റെ രക്തത്താൽ നമുക്ക് നീതീകരണം ഉണ്ടാകുവാൻ. അനീതിയുടെ കൂലി കൊതിച്ച് നടന്ന മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഇന്നലെ പകലും രാത്രി നാം ചിന്തിച്ചതുപോലെ അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിക്കുവാൻ തന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളായിരുന്നു. പ്രകൃതിയുടെ മറ്റൊരു ഹല്ലേലൂയ ആനുകൂല്യത്തിനും അതിന് കഴിയില്ലായിരുന്നു. സ്തോത്രം. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള സൂര്യനൊക്കെ എത്രയോ വലുതാണ്. ഒരു സൂര്യന്റെ ഉള്ള് പൊള്ളയാണെങ്കിൽ, ശൂന്യമാണെങ്കിൽ 20 ലക്ഷം ഭൂമിയെ അതിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുമെന്നൊക്കെയാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സൂര്യനെ അല്ല പിതാവാം ദൈവം തന്നത്, മറിച്ച് തൻ്റെ സൂര്യനേക്കാൾ ശോഭയുള്ള തൻ്റെ പുത്രനെയായിരുന്നു. സ്തോത്രം. എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് കാരണമെന്ത്? ഹല്ലേലൂയ. 1 John chapter 1:7 യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ ഈ ഭൂമിയിലെ ഒരരക്കുകാരന് പറ്റത്തില്ല. ഒന്നേ മാത്രമേ ഉള്ളൂ അതിന് പരിഹാരം. എന്റെ യേശു അപ്പന്റെ രക്തം മാത്രമാണ്. അതാ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നത്. Praise the Lord. Hallelujah. യേശു നമുക്ക് വേണ്ടി അവന്റെ അവസാനത്തുള്ള രക്തം ഊറ്റി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി നമ്മോട് സംസാരിക്കുന്ന ആ പുണ്യാക രക്തത്തിലൂടെ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ ഒരു ബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കുകയായിരുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഹീബ്രു ചാപ്റ്റർ 10:19 and 20. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്. അവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം കിട്ടി. അത് പേടിച്ചുകൊണ്ടുള്ള പ്രവേശനമല്ല, മറിച്ച് ധൈര്യത്തോടെയുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ ഞാൻ നിങ്ങളും ഈ വിശുദ്ധ സഭായോഗമായി കൂടി വന്ന് ഈ വിശുദ്ധ സ്ഥലത്ത് എന്റെ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇതെങ്ങനെ സാധ്യമാക്കി എന്ന് ചോദിച്ചാൽ ആ പുത്രന്റെ രക്തത്താൽ ഇത് സാധ്യമായി തീരുകയായിരുന്നു. ഹല്ലേലൂയ. മഹാപുരോഹിതൻ പഴയ നിയമസഭയ്ക്ക് ആരാധനാലയത്തിൽ കൂടാരം അവർ ഹല്ലേലൂയ ഉണ്ടാക്കി. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ടായിരുന്നു?
ജനം വന്ന പ്രാകാരത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കണമായിരുന്നു. യാഗമർപ്പിക്കണമായിരുന്നു. പുരോഹിതൻ എവിടെ ശുശ്രൂഷിക്കും? എവിടെയാ പുരോഹിതൻ? വിശുദ്ധ സ്ഥലത്തോ? ജനം പ്രാകാരത്തിൽ, പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത്. വർഷത്തിലൊരിക്കൽ സകല ജനത്തിന്റെയും തന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമർപ്പിച്ചിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ പ്രവേശിക്കുമായിരുന്നു. താൻ പ്രവേശിക്കുമ്പോൾ തന്റെ അരയിൽ എന്തുണ്ട്? ഒരു ചെയിനുണ്ട്. അതിൽ മാതളമണികൾ കെട്ടിയിരിക്കും. നമുക്കറിയാം, ആടുകൾ തീറ്റിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അതിന്റെ കഴുത്തിൽ എന്തുണ്ട്? മണി കെട്ടാറുണ്ട്. അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് കേട്ടിട്ട പലപ്പോഴും ആടുകൾ ആഹാരം കഴിക്കുമ്പോൾ അത് സ്തോത്രം അനങ്ങാതിരിക്കുന്നത് കൊണ്ട് അറിയാൻ പറ്റത്തില്ല ഏത് കാട്ടിലാണ് കിടക്കുന്നതെന്ന്. അതിനെ തിരിച്ചറിയുവാനാണ് ഈ മണികൾ അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലുള്ള മണിയാണ് ഈ പുരോഹിതന്റെയും അരയിൽ കെട്ടിയിരിക്കുന്നത്. ഈ ചങ്ങലയുടെ ഒരറ്റം എവിടെ കിടക്കുക? പ്രാകാരത്തിൽ കിടക്കുക. പുരോഹിതൻ നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആ മണികിലുക്കം കേൾക്കുമ്പോൾ പുരോഹിതൻ ജീവനോടെ ഉണ്ടെന്ന് ഈ ജനം തിരിച്ചറിയും. സൗണ്ട് കേൾക്കുന്നില്ല. ഇവർ വളരെ സൂക്ഷ്മതയോടെ കാത്തിരിക്കുകയാ. എന്തെങ്കിലും അനിഷ്ടമായത് സംഭവിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഹല്ലേലൂയ പ്രയാസമുള്ളത് നടക്കുന്നുണ്ടോ എന്നവർ കാത്തിരിക്കും. അല്പസമയത്തേക്ക് ഈ ശബ്ദം കേൾക്കാതിരുന്നാൽ ജനത്തിന് മനസ്സിലായി പുരോഹിതൻ എന്ത് ചെയ്തു? അശുദ്ധിയോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. അവൻ മരിച്ചു. അവിടെ നിന്ന് അവർ കയറി വരാൻ പ്രമാണമില്ലാത്തത് കൊണ്ട് ഈ ചങ്ങലയിൽ പിടിച്ച് വലിച്ച് അവന്റെ ശരീരം പുറത്തു കൊണ്ടുവരികയാണ്. പറഞ്ഞു വരുന്നതിന്റെ സാരം, ദൈവത്തിന് സ്തോത്രം, വചനം വായിക്കുകയാണ്. അവന്റെ പുത്രനിലൂടെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം. അതുമെങ്ങനെ? ധൈര്യത്തോടെ. ആ രക്തത്തിന്റെ വിലയൊന്ന് തിരിച്ചറിഞ്ഞ് ദൈവമക്കളെ, പലയിടത്തും നമുക്ക് കയറുവാൻ പ്രമാണമില്ലാതിരിക്കെ, പലയിടത്തും കയറി ചെല്ലുവാൻ യോഗ്യതയില്ലാതിരിക്കെ, ധൈര്യമില്ലാതിരിക്കെ അവന്റെ രക്തം നമ്മെ ഈ യോഗ്യതയിലേക്ക് നടത്തിയെങ്കിൽ അതെന്റെ നിങ്ങളുടെ വിടുതലിനാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. അവന്റെ അവസാനത്തുള്ള രക്തം വരെ അവൻ നമുക്ക് വേണ്ടി തന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്തം ഇന്ന് പകൽ നമ്മോട് സംസാരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം കൂടി വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 34. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. മതി. ഈ അരിമത്തിയിലെ ജോസഫ് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിക്കുമ്പോൾ പീലാത്തോസ് അവൻ ഇത്രയും വേഗത്തിൽ മരിച്ചു എന്നൊരു ചോദ്യമാ ചോദിക്കുന്നത്. അതെ, അവൻ മരിച്ചു എന്ന് കൺഫേം ചെയ്തതിന് ശേഷം അവന്റെ ബോഡി വിട്ടുകൊടുത്തു. എന്നാൽ തന്നോടുകൂടെ നമുക്കറിയാം 2 കള്ളന്മാരെ ക്രൂശിച്ചിരുന്നു. അവരുടെ കണങ്കാലുകൾ അവർ തകർത്തു. എന്നാൽ യേശു നേരത്തെ മരിച്ചു കഴിഞ്ഞതിനാൽ അവന്റെ കണങ്കാലുകൾ തകർത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അതൊരു പ്രവചന നിവൃത്തിയ. അവന്റെ അസ്ഥികൾ ഒന്നുപോലും ഒടിഞ്ഞു പോയില്ല. എങ്കിലും അവർക്ക് തിരിച്ചറിയുവാൻ അവരെന്ത് ചെയ്തു? അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. ഹൃദയത്തിനകത്ത് കെട്ടിക്കിടന്ന അവസാനത്തെ രക്തം പോലും. അതിനുശേഷം വായിക്കുന്നത് അവിടെ നിന്ന് വെള്ളവും ഒഴുകി. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാ. നാം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാ, നാം ചെയ്യുന്ന അക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവസാനം ഉണ്ടായിരുന്ന ആ രക്തം പോലും ഹൃദയത്തിനകത്തേക്ക് കുന്തം കയറ്റി അതിൽ നിന്ന് വീഴുവാൻ കൊണ്ടുമിടയായതോ. ഏറ്റവും ഒടുവിൽ ലങ്സിന് ചുറ്റും കിടക്കുന്ന ഫ്ലൂയിഡ് വെള്ളമായി വീഴുവാൻ കൊണ്ടുമിടയായി. അവൻ മരിച്ചു. അതുപോലും എൻ്റെ യേശുവിന് സ്വന്തമായിരുന്നില്ല. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തന്നു. നമ്മുടെ പാപത്തിന് വേണ്ടി തന്നു. ദൈവമക്കളെ, നാം തിരിച്ചറിയണം, പിതാവ് നമ്മോട് സ്നേഹിച്ച ആ മഹാസ്നേഹത്തെ. എത്ര വലുതെന്നോ.
നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര പേർ, സുബോധമുള്ള എത്ര മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കുവാൻ തൊക്കെ താല്പര്യപ്പെടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അയ്യോ എൻ്റെ കുഞ്ഞ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത വായിച്ചു. സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനത്തിൽ അപകടമുണ്ടായി തീ പിടിച്ചപ്പോൾ അമ്മ മകനെ എന്ത് ചെയ്തു? ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി അവനെ രക്ഷപ്പെടുത്തിയിട്ട് സ്വയം അഗ്നിക്കിരയാകുവാൻ നമ്മുടെ തനിക്ക് കഴിഞ്ഞില്ല പുറത്തു വരുവാൻ. അപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു. ഒരുവന് വേണ്ടിയല്ല, എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാ. സകലർക്കും വേണ്ടി അവന്റെ രക്തം നമ്മുടെ പാപത്തെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ജലസ്നാനത്തിലൂടെ ആ വെള്ളം നമ്മെ ശുദ്ധീകരിക്കുക കൂടിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കേൾക്കുന്ന ദൈവമക്കളെ, അവന്റെ സ്നേഹം വലുതല്ലേ? എന്റെ യേശു നമ്മെ സ്നേഹിച്ച സ്നേഹം വലുതല്ലേ? പലപ്പോഴും സ്നേഹിതർക്ക് വേണ്ടി നമ്മുടെ യേശുവിനെ നാം മാറ്റി നിർത്താറില്ലേ? അവരാണോ നമുക്ക് സ്നേഹം നൽകിയത്? അത് യേശുവാണോ നമ്മെ സ്നേഹിച്ചത്? ദൈവത്തിന് സ്തോത്രം. അവന്റെ സ്നേഹത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ യേശുവിന്റെ ശരീരം നമുക്ക് തന്നു. അരിമത്തിയിലെ ജോസഫിന്റെ ശരീരം കൊണ്ടുപോയി. അവന്റെ രക്തം സകല പാപവും പോക്കി സകല മാനവജാതിക്കുമായി അവനിട്ടു. 3 വായിക്കാൻ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 19 verse 23 and 24. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം എടുത്തു, ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽത്തൊട്ടളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്കും വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്ത് എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവൃത്തി വന്നു. മതി സ്തോത്രം. ഇവിടെ നാം വായിക്കുകയാണ്, അവന്റെ വസ്ത്രം അവർ 4 പടയാളികളായി അത് പകുത്തെടുക്കുവാൻ, കീറിയെടുക്കുവാൻ തക്കണം. അവർക്ക് സാധാരണ ഒരു വസ്ത്രമാണ്. എന്നാൽ ദൈവമക്കളെ നാം ചിന്തിക്കുക, അനേക അത്ഭുതങ്ങളുടെ വസ്ത്രമായിരുന്നത്. സ്തോത്രം അല്ലേ? പാപിനിയായ സ്ത്രീ, രക്തസ്രാവക്കാരത്തിയായ സ്ത്രീ വന്നിട്ട് പറയുന്നത് എന്തായിരുന്നു? അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. അതുപോലും എൻ്റെ യേശുവിന് കൊടുക്കാതെ അവർ കീറിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. 4 ഭാഗമായി അവരത് കീറി. ഒടുവിൽ അവന്റെ അങ്കിക്കായി ചീട്ടിട്ടു. അത് ജോയിന്റ് ഉണ്ടായിരുന്ന വസ്ത്രമല്ല. ദ റോബ് എന്ന് പറയുന്ന ഒരു പിക്ചർ, അതിലൂടെ ചരിത്രകാരന്മാർ പറയുന്നത്, ജോസിഫസ് ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ചരിത്രകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ മനുഷ്യൻ നിന്ദിക്കുവാൻ വേണ്ടിയാണ്, പരിഹസിക്കുവാനാണ് ആ വസ്ത്രം അവൻ ഇട്ടത്. അവനിൽ വലിയ രൂപാന്തരം ഉണ്ടായിട്ട് പിൽക്കാലത്ത് ശക്തമായി കർത്താവിനെ പ്രസംഗിക്കുന്ന നല്ലൊരു പടയാളിയായി മാറുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവശക്തി വ്യാപരിച്ച അനേകർക്ക് വിടുതലിന് കാരണമായി തീർന്ന ആ വസ്ത്രം പോലും എൻ്റെ യേശുവിന് സ്വന്തമായിരുന്നില്ല. അതുപോലും അവർ പകുത്തെടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഒന്ന് ചിന്തിക്ക് ദൈവമക്കളെ, എൻ്റെ യേശുവിനെ അരിമത്തിയിലെ ജോസഫ് വാങ്ങുമ്പോൾ അല്ലേ, ശീല എന്ന് പറയുന്ന, അഥവാ ഇംഗ്ലീഷിൽ അതിൽ കൊടുത്തിരിക്കുന്നത് ലിനൻ ക്ലോത്ത്, അതിലായിരുന്നു എൻ്റെ യേശുവിനെ എടുത്തത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, ശരീരവും രക്തവും മാത്രമല്ല യേശുവിൻ്റെത്. ഹല്ലേലൂയ, ഇപ്പോഴിതാ വസ്ത്രം പോലും അവർ പകുത്തെടുക്കുവാൻ തക്കോണമിടെ ആയിത്തീർന്നു. ഹല്ലേലൂയ. 4-മതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 14-15. മാത്യു ചാപ്റ്റർ 26 verse 14 and 15. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു, നിങ്ങൾ എന്ത് തരും? ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മതി. യേശുവിന് വേണ്ടി വില പറയുകയാണ്. യേശുവിന് വേണ്ടി വില പറയുകയാണ് യൂദ.
കഴിഞ്ഞ 3.5 വർഷമായി കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചതുപോലെ ഒരു രാത്രി മുഴുവനും എൻ്റെ യേശു പ്രാർത്ഥനയിൽ ചിലവഴിച്ച് ഇറങ്ങി വന്ന് പുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് ഈ പന്തിരുവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ അവന്റെ ഹല്ലേലൂയ സുവിശേഷം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നതിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. പക്ഷെ യൂദ പറയുകയാണ്, എനിക്ക് എന്ത് തരും ഞാൻ അവനെ കാണിച്ചു കൊടുത്താൽ. സ്തോത്രം. അവരെത്ര വില പറഞ്ഞു? 30 silver coin. As on today, ഇന്നത്തെ വിലയനുസരിച്ച് 300 മുതൽ 500 ഡോളർ വരെ വില കിട്ടും ഈ 30 വെള്ളിക്കാശിന്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 46,369 രൂപയ്ക്കാണ് എൻ്റെ യേശുവിനെ അവൻ ഒറ്റുകൊടുത്തത്. ഇന്നത്തെ കണക്കനുസരിച്ച് ഒന്ന് പോകുക, 2000 വർഷത്തിന് മുൻപ് അവൻ എന്ത് വിലയിട്ട് എൻ്റെ യേശുവിന്. ഞാൻ ചിന്തിക്കായിരുന്നു, ഇന്നത്തെ യൂദാമാരെ കുറച്ചുകൂടെ നല്ലതെന്ന്, അല്ലേ? ഇന്നത്തെ യൂദാമാര് ലക്ഷങ്ങളും കോടികളും യേശുവിന്റെ പേരും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ യൂദക്ക് അതുപോലും കിട്ടിയില്ല, സമാധാനമായിട്ട് ജീവിക്കാനും പറ്റിയില്ല. ഈ ഇന്നത്തെ യൂദമാര് സമാധാനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട്. സ്തോത്രം. യേശുവിന് വിൽക്കാനുള്ളതല്ല. പാപിനിയായ സ്ത്രീ അല്ലേ, ഹല്ലേലൂയ, തോട്ടക്കാരനെ നിന്ന് നിരൂപിച്ചിട്ട് അവനോട് പറയുന്ന ഒരു വാചകമുണ്ട്, നീ അവന് എവിടെ വെച്ചെന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. എനിക്കത്രത്തോളം പ്രിയനാ. അതുകൊണ്ട് ഈ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഈ കല്ലറയുടെ വാതിക്കൽ ഞാൻ വന്നിരിക്കുന്നത്, എനിക്കെന്റെ യേശുവിനെ മതി. ഇന്ന് പകൽക്കാലം ഓഫറുകൾ പലതും വരാം. കൂട്ടുകാരുടെ രൂപത്തിൽ വരാം, വീട്ടുകാരുടെ രൂപത്തിൽ വരാം, ബന്ധുക്കളുടെ രൂപത്തിൽ വരാം, കമ്പനിയുടെ രൂപത്തിൽ വരാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ യേശുവിനെ വിൽക്കുവാനുള്ളതല്ല, അവനെ നാം വാങ്ങുവാനുള്ളവരാകണം. സ്തോത്രം. 30 വെള്ളിക്കാശിന് യൂദയെ അവനെ ഒറ്റുകൊടുക്കുവാൻ തക്കോണമിടയായിത്തീർന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം അവന്റെ വില യൂദ കൊണ്ടുപോയി. ശരീരം അരിമത്തിയിലെ ജോസഫ് കൊണ്ടുപോയി, രക്തം ഭൂമുഖത്ത് ചൊരിയപ്പെട്ടു, വസ്ത്രം പടയാളികൾ കൊണ്ടുപോയി, വില യൂദയും കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗം കൂടി വായിച്ച് നമുക്ക് നിർത്താം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം. Matthew chapter 28 verse 18. യേശു അടുത്ത് എന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. സ്തോത്രം. യേശുവിനൊരു അധികാരമുണ്ടായിരുന്നു. He has certain authority. എന്തൊക്കെയാ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരം എന്ത് ചെയ്തു? ശിഷ്യന്മാർക്ക് വീതിച്ചു കൊടുത്തു. ആ അധികാരം മുഴുവനും ആർക്ക് കൊടുത്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു. സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്ത് ചെയ്യണം? അധികാരമുണ്ടായിട്ട് ആ അധികാരം പിടിച്ചുകൊണ്ടിരുന്നില്ല, അത് ശിഷ്യന്മാർക്ക് കൊടുത്തു. പ്രകൃതിയുടെ മേൽ അവന് അധികാരമുണ്ടായിരുന്നു, രോഗത്തിന്റെ മേൽ അധികാരമുണ്ടായിരുന്നു, പാപത്തിന്റെ മേൽ അധികാരമുണ്ടായിരുന്നു, മരണത്തിന്റെ മേൽ അധികാരമുണ്ടായിരുന്നു. ഇത് മുഴുവനും തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി കൊടുത്തു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹമാണ്. തന്റെ പുത്രന്റെ മേലുണ്ടായിരുന്ന
തന്റെ പുത്രന് മാത്രം അവകാശമായിരുന്ന സകലതും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്നില്ലേ? ഏറ്റവും ഒടുവിലായി വായിക്കാൻ നമുക്ക് യോഹന്നാൻ 14:27, Gospel of John chapter 14 verse 27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. മതി. ലോകത്തോട് പറയുകയാണ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഒന്നും എൻ്റെ യേശു സ്വന്തമായി എടുത്തില്ല, ഒന്നും എൻ്റെ യേശു അവകാശം പറഞ്ഞില്ല. എല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടി തരികയാണ്. അതിൻ്റെ പ്രതീകമാണ് ഇവിടെ ഇരിക്കുന്നത്. നാം ഇത് കാണുമ്പോൾ എടുത്ത് തിന്നും, നമുക്ക് തോന്നിയതുപോലെ ജീവിക്കും. കർത്തൃമേശമുള്ള ദിവസം വന്ന് കർത്താവേ ഇങ്ങനൊരു ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞത് കഴിച്ച് നാം പോകാറുണ്ട്. ഇതിൻ്റെ മഹത്വം തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ചരിത്രകാരന്മാർ പറയുന്നത് അവന്റെ തലയിൽ, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് വിശദീകരിക്കുമ്പോൾ അവന്റെ തലയിൽ ഒരു മുള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി തലയിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ അതിലെ ഒരു മുള്ള് തല പൊട്ടി കണ്ണിൽ കൊണ്ടിട്ട് ഈ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു എന്ന് പറയുന്നത്. ചിന്തിച്ചു നോക്ക് ദൈവമക്കളെ, മരിച്ചിട്ടില്ലപ്പോഴും മരിച്ചിട്ടില്ല. കുരിശ് ചുമക്കുവാൻ ആരെയും അനുവദിക്കുന്നില്ല. ഒരല്പസമയത്തേക്ക് ഒരുവൻ അത് ഹല്ലേലൂയ സഹായിച്ചു എന്നാൽ അവൻ പിന്നീട് പ്രസിദ്ധനായി അവന്റെ തലമുറകളെ മാനിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങൾ ദൈവമക്കളാകുവാൻ നമുക്ക് എന്ത് വേണം? ഇനി ഇത് പോരെയോ? അവന്റെ ശരീരം തന്നില്ലേ? അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന രക്തം മുഴുവനും തന്നില്ലേ? അവന് വസ്ത്രം തന്നില്ലേ? അവനിലുണ്ടായിരുന്ന അധികാരം തന്നില്ലേ? അവനിലുണ്ടായിരുന്ന സമാധാനം തന്നില്ലേ? ഇനി എന്താ നമുക്ക് വേണ്ടത്? ഹല്ലേലൂയ. വിശുദ്ധനായ പൗലോസ് വിശദീകരിക്കുന്നു. റോമാലേഖനം 8:32 ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? നിന്റെ ആവശ്യങ്ങൾ എന്താണ്? അത് തരുവാണ് യേശു വന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ പറ, എനിക്ക് ലോകത്തിലൊന്നും വേണ്ട, എനിക്ക് ലോകത്തിലൊന്നും വേണ്ട. മറിയ പറഞ്ഞതുപോലെ എന്റെ യേശുവിനെ മതി, എനിക്കെന്റെ യേശുവിനെ മതി. അവരെ വിട്ട് ഞാനിനി ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം തീരുമാനിക്കുവാൻ കഴിയും? നിനക്കൊണ്ടെന്ന് തോന്നുന്ന സകലതും ഇവിടെ വിട്ടേച്ചു പോകേണ്ടതാ. ഹല്ലേലൂയ. എന്നാൽ ഒന്ന് മാത്രമേ നിന്റെ കൂടെ വരത്തുള്ളൂ, അതിന് യേശുവിന്റെ സാന്നിധ്യമാ. അത് നിത്യതയോളം നിലനിൽക്കുന്നതാകയാൽ ഇന്ന് പകൽക്കാലം പറ, അപ്പാ ഹല്ലേലൂയ നിന്നെ മതി. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം! ഇതല്ലേ ദൈവമക്കളെ സ്നേഹം? ചിരിച്ചു കാണിക്കുന്നതല്ലോ, വിളിച്ചൊരു നേരത്തെ ആഹാരം തരുന്നതല്ലോ, ഒരു കൈമടക്ക് തരുന്നതല്ലോ, ഒരിടത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നതല്ലോ. ഹല്ലേലൂയ. എന്റെ യേശു നമ്മെ സ്നേഹിച്ചത് അവനെ തന്നെ തരികയായിരുന്നു. ഇന്ന് പകൽക്കാലം ആ സ്നേഹത്തെ നമുക്കൊന്ന് തിരിച്ചറിയാം. ഹല്ലേലൂയ. അപ്പാ പാട്ടുകാരൻ പാടുന്നത് പോലെ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. എല്ലാം തരും. വചനം പറയുന്നത് അങ്ങനെ തന്നെയാണ്. റോമാലേഖനം 8:32 വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? നമ്മുടെ തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന ഈ കർത്തൃമേശ ശുശ്രൂഷ, ഹല്ലേലൂയ. അപ്പാ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകത്തില്ല, പാപത്തിന്റെ പുറകെ ഞാൻ പോകത്തില്ലപ്പാ. നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ഞാൻ നിങ്ങൾ വിളിക്കപ്പെടുവാൻ, നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുവാൻ
പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് തന്നത്. ആ സ്നേഹത്തെ ഒന്ന് അളക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മുടെ ആയുസ് മുഴുവനും വിചാരിച്ചാലും നമുക്ക് കഴിയില്ല. വചനം പറയുകയാണ്, അവൻ സകലതും തന്നു. ഹല്ലേലൂയ. ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ലോകത്തിന്റെ മധ്യത്തിൽ, സമയത്തിന്റെ മധ്യത്തിൽ, ജോസഫിനും മറിയയ്ക്കും മധ്യത്തിൽ ഹല്ലേലൂയ ആയിരുന്ന യേശു ഹല്ലേലൂയ തന്റെ മധ്യവയസ്സിൽ മധ്യപ്രായത്തിൽ താൻ മരിക്കുമ്പോൾ തനിക്ക് തലവയ്ക്കുവാൻ ഒരു സ്ഥലമുണ്ടായിരുന്നില്ല. സ്വന്തം തോളിൽ തല ചായ്ച്ചുകൊണ്ട് ഹല്ലേലൂയ ലാസ്റ്റ് വിളിച്ചു പറയുകയാണ്, ടെറ്റലസ്റ്റായി, അപ്പാ നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. സ്തോത്രം. ആർക്കും ഒന്നും അവകാശപ്പെടുവാനില്ലാത്ത നിലയിൽ അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന കർത്തൃമേശ ശുശ്രൂഷാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ ടി വൈ കോശി ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തോട് മാത്രം ഞാൻ പറ്റിയിരിക്കും എന്നൊരു തീരുമാനത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഹല്ലേലൂയ. ദൈവമേ, ഞായറാഴ്ചയുടെ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ മക്കളാകുന്ന ഞങ്ങൾ കർത്താവേ, ഇന്ന് രാവിലെ സമയം ആലയത്തിലേക്ക് കടന്നു വരുവാൻ നീ അവിടെ ഞങ്ങളെ പ്രാപ്തരാക്കി കർത്താവേ. സന്തോഷത്തോടും സമാധാനത്തോടും സൗഖ്യത്തോടും ഞങ്ങളെ ഓരോരുത്തരെയും നീ അവിടുന്ന് കാത്തു പരിപാലിച്ച കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇത് രാവിലെ സമയം കടന്നു വന്ന സമയം മുതൽ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ലോകം മുഴുവനും കർത്താവേ അങ്ങനെ ഉയർപ്പിനെ കുറിച്ച് കർത്താവേ ഹല്ലേലൂയ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, എൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കർത്താവേ പ്രാർത്ഥനയോടും കർത്താവേ ഹല്ലേലൂയ ആയിരിക്കാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ പാടുവാൻ നീ അവിടുന്ന് ബലപ്പെടുത്തി കർത്താവേ, പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചു കർത്താവേ. അങ്ങയുടെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ നിന്റെ ദാസനെ നീ അവിടുന്ന് കരങ്ങളിലെടുത്തതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ ക്രൂശിൽ അനുഭവിച്ച കഷ്ടതയെക്കുറിച്ച് കർത്താവേ ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്ക് കേൾപ്പാൻ നീ അവിടുന്ന് ഇടയാക്കിയല്ലോ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എപ്രകാരം അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് കർത്താവേ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ മുന്നോട്ട് ജീവിപ്പാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. അങ്ങയുടെ മേശ ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, അതിലേക്ക് ഞങ്ങൾ കൈ നീട്ടുമ്പോൾ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ, കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി കുറവുകളെ കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. അതിൽ ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ നീ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ഇത്രത്തോളം നീ അവിടുന്ന് സഹായിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ കൃപയും ശക്തിയും കർത്താവേ ഇന്ന് പകൽക്കാലം സംഭരിച്ചുകൊണ്ട് കടന്നു പോകുവാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ. അങ്ങനെ സകല കാര്യങ്ങൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് നിത്യയോളം നിലനിൽക്കുന്നതാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടുപാടി സ്തോത്ര വഴിപാടെടുത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കൊയർപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് ഒരു ഹല്ലേലൂയ പ്രത്യാശ ഗീതം പാടുമ്പോൾ ഹല്ലേലൂയ സ്തോത്ര വഴിപാടെടുത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രിയൻ വരുവതിൻ താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറയില്ല. ഒരുങ്ങിയിടാം. വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിയിടാം. ക്ഷാമങ്ങൾ വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യങ്ങളോട് ഒരുങ്ങിയിടാം. രാജ്യം
തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കൂട്ടിൽ വരെ ജനം കണ്ണൂന്നിൽ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൂട്ടിൽ വരെ ജനം കണ്ണൂന്നിൽ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ആകാശത്തിൽ ശക്തി ഇളകുന്നതാൽ ഭൂമി എന്തും ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൽ ശക്തി ഇളകുന്നതാൽ ഭൂമി എന്തും ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പിടിച്ചു ജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ജനം പിടിച്ചു ജീവരായിടുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേരുകൾ സുന്ദരതാം. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേരുകൾ സുന്ദരതാം. തന്റെ കോമല രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോമല രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മാലിന്യ പേടിടാതോടിയിടുക. മണവാളൻ പരവിധമടുത്തുപോയി. മാലിന്യ പേടിടാതോടിയിടുക. മണവാളൻ പരവിധമടുത്തുപോയി. മണിയായിൽ പോയി നാം ആശ്വസിക്കാൻ ഒരുങ്ങിയിടാം. മണിയായിൽ പോയി നാം ആശ്വസിക്കാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂമിയിൽ എന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂമിയിൽ എന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പിടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ജനം പിടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ദുഷ്ടം കാണുവാൻ ശത്രു നീളിടുവാൻ ഇടവരാതെ വേണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപയ്ക്കുള്ളിൽ നിന്ന് മക്കളെ പൊതിഞ്ഞുകൊള്ളേണ്ടതിനായി ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, തലകളെ വണക്കിയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കുമായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ വേലയെ സ്നേഹിച്ചു ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനായി ദശാംശത്തിനായി എല്ലാ നല്ല മനഃപൂർവ്വദാനങ്ങൾക്കുമായി സ്തോത്രം. സ്വർഗീയ പിതാവേ,
നീട്ടെല്ലാ കരങ്ങളിൽ സ്വർഗ സമൃദ്ധി അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. നീട്ടപ്പെടുവാൻ കഴിയാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അവരെ അനുഗ്രഹിച്ച് മാനിക്കണമേ, സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഇന്ന് പകൽ സഹായിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന ഞങ്ങളുടെ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. വളരെ ശാന്തമായി ദൈവഭയത്തിൽ, ദൈവഭക്തിയിൽ കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഹല്ലേലൂയ എന്തിനെന്നുള്ളത് വ്യക്തമായി ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കെ, പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിനെ വരച്ച് കാണിച്ചിരിക്കെ പിന്നെയും ഞങ്ങൾ ഹല്ലേലൂയ കോപത്തിന്റെ മക്കളായി മാറുവാൻ അനുവദിക്കാതെ ദൈവകൃപയിൽ ഞങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കണം. മാതൃകപരമായി മാതൃകയുള്ള മാതാപിതാക്കളായി സഹോദരങ്ങളായി തീരുവാൻ തലമുറയുടെ നടുവിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കും. അപ്പച്ചന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി അപ്പ. തുരിക്കരങ്ങളിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും, പ്രാർത്ഥിപ്പാൻ കിടപ്പെട്ട സകല വിഷയങ്ങളോടും, ഭൂലോകം പടമുള്ള സകല വിശുദ്ധന്മാരോടും, തുടർന്ന് നടക്കുന്ന AGM മീറ്റിങ്ങിനോടും ഇന്നു മുന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവിലിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ക്രിസ്തുയേശു മുഖാന്തരം ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.